ന്യൂസ് 16 കേരള. യമനിലെ ഹൂതികളുടെ പ്രധാനമന്ത്രി അടക്കം 12 ഉന്നതരെ വധിച്ചതിന്റെ പ്രതികാരമെന്നോണം വടക്കൻ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ തകർത്തു. 2 ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഹൂതികൾ അവകാശപ്പെട്ടു. എപ്പോഴാണ് ആക്രമണം നടത്തിയെന്ന വിവരം ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ലെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കടൽ ചരക്കു നീക്കവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ആക്രമണത്തിന് സ്ഥിരീകരണമില്ല. അധിനിവേശ പലസ്തീനിലേക്ക് കപ്പലുകൾ പ്രവേശിക്കരുതെന്ന മുന്നറിയിപ്പ് മറികടന്ന കപ്പലുകളാണ് തകർത്തതെന്നാണ് ഹൂതികളുടെ അവകാശവാദം. ഞായറാഴ്ച ഇസ്രയേലി ഉടമസ്ഥതയിലുള്ള സ്കാർലറ്റ് റേ എന്ന എണ്ണ ടാങ്കറും ഹൂതികൾ തകർത്തിരുന്നു. സാധാരണ ആക്രമണങ്ങൾ നടക്കാത്ത സൗദി തീരത്തിനു സമീപത്തായിരുന്നു ആക്രമണം. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് 2023 മുതൽ ആക്രമണം തുടങ്ങിയത്. അതേസമയം ചെങ്കടലിൽ ചരക്കു നീക്കം നടത്തുന്ന കപ്പലുകളെ കുറിച്ചുള്ള വിവരം നൽകുന്നതും റഷ്യയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിനാവശ്യമായ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇറാൻ മുഖേന റഷ്യ നൽകിയതെന്നും ഈ വഴിയുള്ള ചരക്കു നീക്കത്തെ ഇത് കാര്യമായി ബാധിച്ചെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 100ഓളം കപ്പലുകൾ ആക്രമണത്തിനിരയായി. 4 നാവികർ 1 വർഷത്തിനിടെ കൊല്ലപ്പെട്ടു. 2 കപ്പലുകൾ മുങ്ങി. 1 കപ്പലും അതിലെ ജീവനക്കാരും ഇപ്പോഴും ഹൂതികളുടെ പിടിയിലാണ്. റഷ്യയുടെ സഹായം ലഭിക്കുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹൂതികളുടെ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.